അപ്പോൾ വീണ്ടും ജൂൺ 18 ഞാൻ രാത്രി 2 ക്ലാസ് എടുത്തത് പോയിരുന്നു അങ്ങനെ അല്ലെങ്കിൽ അത് പോയിപ്പിച്ചിട്ടുണ്ടാവും. മസ്റ്റ് ഹാവ് ബീൻ ഗോൺ. അത് അവർ എടുത്തിട്ട് പോലും ഉണ്ടാകാം. ആര് ഫോണായി കഴിയുന്നവർ എടുക്കട്ടെ, സന്തോഷം. അന്ന് നിങ്ങൾ സ്നേഹിക്കുന്നുള്ളടാ, കൊല്ലലടാ അളിയെത്തി എന്നാൽ പിന്നെ അപ്പോൾ ജൂൺ 18 വീണ്ടും ഇത് നമ്മുടെ ക്ലാസ് പഠനം കഴിഞ്ഞു. ഏകദേശം 10 മിനിറ്റുള്ളൂ. അതല്ല ഇത്. അപ്പോൾ ദലൈമാമ, ഇന്ത്യയിൽ താമസിക്കുന്ന ദലൈമാമ ഭൂട്ടാഞ്ചേരിയിലേക്ക് പോവുക, അവിടെ സന്തോഷം കൊടുക്കുക, ആത്മീയത ബുദ്ധിസം വളർത്തുക. അപ്പോൾ ഈ ദലൈമാമ കുട്ടിയാണെന്ന് അവരുടെ അമ്മൂമ്മയ്ക്ക് മനസ്സിലാവണം. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ജയിലിൽ ഇവിടുത്തെ രോഹിംഗ്യകളെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഈ ഭൂട്ടാൻ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധിസത്തിൻ്റെ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയുടെ വേറെ രൂപമാണ്, വേറെ സ്ഥലം. അപ്പോൾ അത് ആൾദൈവങ്ങളൊക്കെ ആയിട്ട് മാറിയതാണ് ഇന്ത്യയിൽ. അതൊക്കെ പൊളിഞ്ഞില്ലേ. അപ്പോൾ സ്ത്രീകളുടെ ശക്തി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മാതാമൃതമായ ആശ്രമത്തിലുണ്ടാവും. എനിക്കെല്ലാം പെടുത്തില്ല. നമ്മൾ പറയാനുള്ളത് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരെ പഠിക്കണം, പ്രത്യേകിച്ച് പൊട്ടാത്മീയ നേതാക്കളെ, നെഗറ്റീവ് ആത്മീയ നേതാക്കളെ, ഈ ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആത്മീയ നേതാക്കളെ പേടിക്കണം. ദലൈമാമ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ രോഹിംഗ്യകളെ അപ്പോൾ ഇതിൽ ഈ രോഹിംഗ്യ വംശത്തെ അങ്ങോട്ട് കൊണ്ടുപോകും. ഈ ദലൈമാമയുടെ അനുയായികളായിട്ട് ഇവർക്ക് പൈസ കൊടുക്കുക. ഈ ആത്മീയ നേതാവിന് എത്ര പൈസ ഉണ്ടല്ലോ. അപ്പം ഇവർക്ക് ജോലി. അതിനൊപ്പം തന്നെ ദലൈമാമ പറയുന്ന സമയത്ത് ഈ ജയിലിൽ വെച്ചിട്ട് ക്ലാസ്. രോഹിംഗ്യകൾ ദലൈമാമയും ഭൂട്ടാനിലേക്ക് പോയി ബുദ്ധിസം കറക്റ്റായി. അപ്പോൾ ഭൂട്ടാൻ രക്ഷപ്പെട്ടു. നമ്മുടെ നല്ല അയൽ രാജ്യം. ഭൂട്ടാൻ എന്ത് സഹായം വേണം കൊടുക്കാം. ഇവിടെ നിന്ന് തരാമെന്ന്, നോ പ്രോബ്ലം. ജോലി വേണം, ജോലി കൊടുക്കാം. അത് ഇതൊക്കെ നടക്കും. പിന്നെ ഇവിടുത്തെ പ്രധാനമന്ത്രി, അതായത് ഇത് പോസിറ്റീവ് കേന്ദ്ര ഗവൺമെൻറ് ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്ററെ കാണുന്നു. നമുക്കിത് കണ്ടുപിടിക്കാൻ ആരാ? ബംഗ്ലാദേശികളെ ഈ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയില്ല, നമുക്ക് എന്നോട് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുടിയേറിയ ബംഗ്ലാദേശികളെ ഈ ബംഗാളിലും ഇവരൊക്കെ അവരെ നാട് നശിച്ചേക്കണം. അവിടെ നമ്മുടെ ഭാഗമായിരുന്ന ഇത് പാകിസ്ഥാനായതിനു ശേഷം ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാൻ പിരിഞ്ഞതിന് ശേഷം ആ വെസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആയതിനു ശേഷം ഇന്ത്യയെ സഹായിച്ചിട്ടാണ് അവരെ പാകിസ്ഥാനിൽ രക്ഷപ്പെടുത്തിയത്. ആ നന്ദി പോലെ അവർക്കില്ല നമ്മളോട്. എന്നിട്ട് അവരെ നാട് നോക്കിയേ, നമ്മുടെ ഭാരതത്തിൽ പിരിഞ്ഞു പോയൊരവസ്ഥ. ഇതിനാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. ഈ ബംഗ്ലാദേശികളെ കൊണ്ടുപോകാനായിട്ട് ഈ ബംഗ്ലാദേശിൽ നമ്മൾ പൈസ കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇത്ര ഗവൺമെൻറ് ഇത്ര പൈസ, സർക്കാർ ഇത്ര പൈസ, ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്ര പൈസ, 1 ലക്ഷം, 2 ലക്ഷം കൊടുക്കുക, ഇവിടുന്ന് വിടുക. അപ്പോൾ നമ്മുടെ സെൻസസ് ഗംഭീരമായിട്ട് നടക്കും. നമ്മുടെ രാജ്യം സൂപ്പറാവും. അല്ല, നമുക്ക് എല്ലാം പൂജ്യത്തിൽ നിന്ന് തുടങ്ങാം. കുറേ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ പാകിസ്ഥാൻ പണബുദ്ധി, അതായത് ഈ കാശ്മീർ വിഘടനവാദികൾ, ഈ പാകിസ്ഥാൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം ഉണ്ടായി പിന്നെ ഏകദേശം 1 കൊല്ലം കഴിഞ്ഞവർക്ക് മനസ്സിലായി കുമ്പത്തരം പറ്റിയത്. അവർക്ക് സാംസ്കാരിക ലോകത്തിന് പൈസ കൊടുത്ത് നശിപ്പിക്കാനായി ഹിന്ദു നശിപ്പിക്കാനേ പറ്റുള്ളവർക്ക്. പിന്നുള്ളത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക. അതിനോട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഡൽഹിയിൽ പടത്തിന് പിടിച്ചില്ലേ, ഇവർ കൊല്ലങ്ങളോട് ഇതിനെ ശ്രമിക്കണം. അത് സാധനം പടന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കുക. എന്നിട്ട് അവിടുത്തെ പണം കൊണ്ടുകൂടി സെറ്റിലാവുക. എന്നിട്ട് ഈ പണം പലിശയ്ക്ക് കൊടുത്ത് ഈ വീണ്ടും ഈ കൃഷി ടീമുകളെ പറ്റിച്ച് ഹുണ്ടിയക്കാരെയൊക്കെ പറ്റിച്ച് ഹുണ്ടിയക്കാരായി വീണ്ടും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഭരണം സ്ഥാപിക്കുക. ഇതാണ് ഒരു ലക്ഷ്യം. അതിന് പാകിസ്ഥാൻ പണബുദ്ധി എന്ന് പറയുന്നത്. മറ്റേ മതം വേറെ അപകടമാണ്, അത് പിന്നെ സംസാരിക്കും. ഇതാണ് ഇവരുടെ ബുദ്ധി. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ ഞാൻ മോദി സാറിന് ഒരു കത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് 1 മിനിറ്റ് കൊണ്ട് തീർക്കണത് എങ്ങനെയാണെന്ന്. നല്ലൊരു സുപ്രീം കോടതികളൊക്കെ ആയിട്ട് എല്ലാവരെയായിട്ട് 1 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന രീതിയിൽ ബുദ്ധി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം രാജ്യം മുഴുവൻ. അതിന് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പോകുന്നത്. അതിന് നല്ല കേന്ദ്ര സർക്കാർ, മറ്റേ അജിത് ഡോവൽ സാറ്, അങ്ങനത്തെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാൻ നല്ല പോലീസുകാരെ കൊണ്ടുപോകാൻ ചിന്തിക്കാനായിട്ട് ഇതിനെക്കുറിച്ച് അവർ പറഞ്ഞു തരും. നല്ല ബുദ്ധിയുള്ളവരാണ് കേരളത്തിലെ പോലീസുകാർ. സെൻകുമാർ സാറിനോട് ചോദിക്കാം ഇതിൻ്റെ അപകടം. സെൻകുമാർ സാറിനെ കൊണ്ടുപോയിട്ട് നല്ലൊരു പൊസിഷൻ കൊടുക്കാം മോദിക്ക്. ഇത് വിവരമുള്ള ആൾക്കാരാണ് ഈ നാട്ടിലെ. ഇപ്പോൾ ബംഗ്ലാദേശിൽ അതുതന്നെ ഇവരുടെ പാകിസ്ഥാൻ പണബുദ്ധി എന്ന് പറയുന്നത്. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക. അതുവരെ നടത്തിക്കൊണ്ടിരുന്നത് ഇതുവരെയ്ക്ക് മനസ്സിലായിടത്തോളം ഈ മീഡിയ വഴി, ഈ സോഷ്യൽ മീഡിയ വഴിയുള്ളവരെ പരിപാടികൾ AI വെച്ചിട്ട് പൊട്ട ലോകങ്ങൾക്ക് ബുദ്ധിബോധമില്ല. അതിന് ആ മതത്തിൻ്റെ ബേസില്ല. ഇവിടുത്തെ എന്താ പറയുക, സംസ്കാരം തൊട്ടത് ഉണ്ടാകുന്ന മതമാണ്. അത് പറയാൻ പറ്റില്ല. നമ്മൾ മതത്തിലെല്ലാം പറഞ്ഞ കൈവെട്ടും കാൽവെട്ടിലൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. നമ്മളിവിടെ പേടിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ പറയാം. പക്ഷെ നമ്മൾ ആ കത്തിൽ എന്തിനാ പറഞ്ഞത്? ചിലപ്പോൾ ഇവിടെയൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഇവിടുത്തെ വായിച്ച് പ്രസരിപ്പിക്കാൻ പാടില്ലായിരുന്നു. രഹസ്യമായിട്ട് അയച്ചതാണ്. ചിലപ്പോൾ ചവിട്ടിട്ടുള്ളിൽ കളഞ്ഞിട്ടുണ്ടാവില്ല,
ചിലപ്പോൾ അവിടെ ഉണ്ടാവാം. അതൊന്ന് വായിച്ചു നോക്കാം എല്ലാവരും കൂടിയിട്ട്. അതൊരു മിനിറ്റ് കൊണ്ട് അങ്ങനെ തീർക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. സുപ്രീം കോടതിയിൽ നല്ലൊരു ഇതായിട്ട് കേന്ദ്ര സർക്കാർ നമുക്കൊരു പുതിയ കോടതി ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ പുതിയ കോടതിയിലേക്ക് അത് പുതിയൊരു ഭാരത കോടതി, പുതിയ ഭാരത ഭരണഘടന ഒരു ലോ, അതിൽ നല്ല രാജ്യസ്നേഹികൾക്ക് ഈ പുതിയ കോടതിയിലേക്ക് വരാം. ഒറ്റ കോടതി പോരാ, പിന്നെ അതിൻ്റെ ബ്രാഞ്ച് തുടങ്ങിയാൽ പോരാ. അതാണ് വേണ്ടത്. ഇപ്പോൾ ഉടനെ ബ്രിട്ടീഷുകാരെ ബുദ്ധിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിപ്പോൾ പെട്ടെന്ന് വിമർശിക്കാൻ പറ്റില്ല. എല്ലാം കൂടി ഒരുമിച്ച് വിമർശിക്കാനും പറ്റില്ലല്ലോ. നമ്മളത് മനുഷ്യന്മാരാണ്. ഉള്ള നിയമത്തെ നമുക്ക് ബഹുമാനിച്ചേ പറ്റൂ. അപ്പോൾ ഇത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ പുതിയ ലോ വെച്ചിട്ട് അവരോട് ചിന്തിപ്പിക്കുക കുറേ കാര്യങ്ങൾ. ഇപ്പോഴത്തെ കേസുകൾ ഇന്ത്യയുടെ പണ്ട് പഴയ നല്ല ആൾക്കാരെ പുതിയ കോടതിയിലേക്ക് കൊണ്ടുവരിക. പഴയ സാധനങ്ങൾ കളഞ്ഞു. അവിടെ ഒറ്റ കേസില്ല, 0 കേസ്. പൈസ ഉണ്ടാക്കി. പണത്തിൻ്റെ കേസിലുള്ളതൊന്നും വിഷയമല്ല കേസ്. നമ്മളെല്ലാം തള്ളിക്കളയാ കേസുകളൊക്കെ. ജീവൻ ഉണ്ടല്ലോ, നമുക്ക് പുതിയ ജീവിതം കൊടുക്കുകയും ചെയ്യാം. അതാണ് അതിൻ്റെ പോസിറ്റീവ്. തള്ളുമ്പോൾ എല്ലാം തള്ളു പൂജ്യത്തിൽ തുടങ്ങി. ഇനി നമ്മൾ കുറ്റകൃത്യങ്ങളില്ല നമ്മുടെ നാട്ടിൽ. നമ്മൾ പുതിയ ലോകം ഉണ്ടാക്കാൻ പോകണം. അത് നമ്മുടെ പാർട്ടി രൂപീകരണം, അതിൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങളെന്ന് പറയുന്നത്. സ്നേഹം മാത്രമുള്ളൂ, അധ്വാനം, അതിൻ്റെ മൂല്യം. കാർൽ മാർക്സ് കണ്ടുപിടിച്ചൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അതൊക്കെ ഗവൺമെൻറ് അറിയിക്കുന്ന കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത് കാർൽ മാർക്സ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക. അപ്പോൾ അത് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞോണ്ട് ഇപ്പം ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അത് പറയുമ്പോൾ വേറെ രീതിയിൽ സംസാരിക്കാം നമുക്ക്. ഇതാണ് ഈ പാകിസ്ഥാൻ കാശ്മീരി വിഘടനവാദം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അപ്പോൾ ഈ സിന്ധ് പഞ്ചാബ് നമ്മുടെയാണ്. സിന്ധ് പഞ്ചാബ് ആണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉറവിടം. അത് നമുക്കൊരു ജിന്നിയും മറ്റേ മൗണ്ട് ബാറ്റനും കാരണം, വിവരമില്ലായ്മ കാരണം അത് സംഭവിച്ചു. അപ്പം അതിൻ്റെ അറ്റണെന്ന് പറയണം. അങ്ങനെ സംഭവിച്ചതിന് ശേഷം അവർക്ക് ഭയങ്കര കുറ്റബോധമുണ്ട്. പക്ഷെ അവർക്ക് ഇവിടെ ഇനി കയറാൻ പറ്റില്ല. അത് സന്തോഷമില്ല. അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കിയിട്ട് ആ പൈസ കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ രാജ്യം സൃഷ്ടിക്കുക. അതാണ് അവരുടെ ബുദ്ധി. അപ്പോൾ ഈ സാംസ്കാരിക ലോകത്തോടെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിനെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഇവർ പെണ്ണുങ്ങളെയും എല്ലാവരും വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സംഗീതം അപമാനിക്കുക. കുറേ ആൾക്കാർ അതൊക്കെ നടന്നുകൊണ്ടിരുന്ന കഴിഞ്ഞ 5 കൊല്ലമായിട്ട് തോന്നുന്നു. സംഗീതം പിടിച്ച് അപമാനിച്ച് ഹിന്ദുക്കളെ ദൈവങ്ങളെയൊക്കെ മോശമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബേസ് ഒക്കെ ഒന്ന് പിടിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നത് നടക്കണം. അപ്പോൾ ഇവിടുന്ന് രോഹിംഗ്യകൾ അങ്ങോട്ട് പോയി, ബംഗ്ലാദേശികൾ കൊണ്ടുപോയി. പിന്നെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഗീയ കലാപത്തിൻ്റെ ബേസ്, മതത്തിൻ്റെ ബേസ് ഇതാണ്. ഈ മാപ്പിള ലഹളയൊന്നും അങ്ങനെയല്ല. അതൊരു പാവപ്പെട്ടവരുടെ ലഹളയായിരുന്നു. പക്ഷെ അത് മാറി വഴിമാറി സഞ്ചരിച്ചു. ഇതിൻ്റെ ഒരു മതത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ ആ സുപ്രഭാതത്തിൽ നല്ല ഹിന്ദുത്വം കിട്ടിയ ബ്രാഹ്മണരുണ്ടായിട്ടും കാര്യമില്ലാന്ന്. ഒരു സുപ്രഭാതത്തിലേ വിവേകാനന്ദൻ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ വേണം. നമുക്ക് നല്ല രാജ്യം സ്നേഹം മാത്രമുള്ള കാര്യമാണ്. നമുക്ക് സ്നേഹം അല്ല. നമ്മുടെ ഹിന്ദുക്കൾ എങ്ങനെ നശിക്കപ്പെട്ടവരും കുഴപ്പമില്ല. നമ്മൾ അവരെ കുറിച്ച് ചെറുതായിട്ട് പറയുമ്പോഴേക്കും തന്നെ അവർ പ്രാർത്ഥന തുടങ്ങി. ഇപ്പോൾ CBSE അച്ഛന്മാർ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം കൊടുത്തിരുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അവരപ്പം ഹിന്ദുക്കളും ദളിതരും നാമം ചൊല്ലുക. നാമം ചൊല്ലുമ്പോൾ വർക്ക് ചെയ്യുന്നത് യേശുവാണോ അല്ലാഹുവാണോ, ഇവിടുത്തെ ശിവനും ബ്രഹ്മാവും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. സരസ്വതി ദേവിയാണോ എന്നൊക്കെ ചിന്തിക്കുക. അങ്ങനത്തെ ബുദ്ധിയിലൂടെ നമ്മൾ ഹിന്ദുക്കളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. അതിനുള്ള അധ്വാനങ്ങളും കാരണം ശല്യമില്ല. നമുക്ക് വർഗീയ കലാപം കൊണ്ടോ കൊലപാതകങ്ങൾ കൊണ്ടോ സായുധ വിപ്ലവം കൊണ്ടോ കാര്യമില്ല. ബുദ്ധിയുള്ളൊരു ഗവൺമെൻറ് മതി അല്ലേ. അപ്പോൾ അവിടുത്തെ രോഹിംഗ്യകൾ പോയി, ദലൈമാമ പോയി. അത് അവർക്കും കുഴപ്പമില്ല. ആ ഫംഗ്ഷൻ അവർ കൃത്യമായിട്ട് വിടണമെന്നാണ്. വേറെ രാഷ്ട്രം ദരിദ്രമാക്കിയിട്ട് ഇവിടെ നശിപ്പിക്കാണ്ട് വിടുന്ന ആൾക്കാരാണ് ഇവർ പാവങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നവർ. സെപ്പറേറ്റ് ഡേഞ്ചറാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇവരെ ആയുധം കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവരെന്തും ചെയ്യും. അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് ഇവർക്ക്, മറ്റേ ടീമുകൾക്ക്. പിന്നെ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം അല്ലേ. സ്നേഹമാണ് നമുക്ക് എല്ലാവർക്കും വലുത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ആരും പറ്റിക്കാതിരിക്കും. പൈസ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടാക്കി. പൈസയുടെ ഇവിടുത്തെ വിഷയം. നമുക്ക് നാട്ടിൽ സമാധാനമാണ് വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്, ജോലിയാണ് വേണ്ടത് അല്ല. നമ്മളത് ആലോചിച്ചേക്ക് ഒരു 0 വരെ ചിന്തിക്കാവുന്നുള്ളൂ. നാളെ എല്ലാവർക്കും ഒരു കോടി രൂപ വെച്ച് കിട്ടി. എന്ത് ചെയ്യും? അധ്വാനിച്ചേ പറ്റും ചില കാര്യങ്ങൾ. അപ്പോൾ ഭൂമിയെ നമ്മൾ സ്നേഹിച്ചേ പറ്റും, കൃഷി ചെയ്തേ പറ്റും. അതാണ് കർഷകർ. അത് നെഗറ്റീവായിട്ട് പോയത്. ആ നെഗറ്റീവായിട്ട് പോയതിൽ നമ്മുടെ എല്ലാവർക്കും പങ്കുണ്ട്. ഈ 16 രാഷ്ട്രങ്ങളാക്കി വിഭജിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പങ്കുണ്ട്. അവരെ ബാങ്കുകൾക്ക് പങ്കുണ്ട്. അവരെ ബാങ്കിങ് ബുദ്ധിക്ക് പങ്കുണ്ട്. അവർക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അവർ എന്താ പറയുക, തനിയാഹുണ്ടിയക്കാർ, മറ്റേ ബനിയക്കാർ, ആ ടീമുകളുടെ ബുദ്ധിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബനിയാസ് ആർ ഡേഞ്ചറസ് ഹിയർ.
അപ്പോൾ ഈ കുടിയേറ്റം അപ്പോൾ നമ്മുടെ ബംഗാളി ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ബംഗാളികളൊക്കെ സ്കിൽഡ് ലേബേഴ്സാണ്. അവർക്ക് ബംഗാളിൽ നല്ല ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് പറയാം. എല്ലാവരും സ്നേഹം മാത്രമേ ഉള്ളൂ. പലർക്കും പണിയെടുക്കുക, നന്നായിട്ട് പണിയെടുക്കുക. നല്ലൊരു ഗവൺമെൻറ് ജോലി സ്വപ്നം കണ്ട് എല്ലാവരും കിടന്നുറങ്ങുക. അത് ഞാൻ പറയുള്ളൂ. നമുക്കെല്ലാം ഗവൺമെൻറ് തരും. നല്ലൊരു രാജ്യം ഉണ്ടാകണം. നമുക്ക് സ്നേഹിക്കുക എല്ലാവരും. നന്ദി, നമസ്കാരം. ഇത് കൂടുതലൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധർമ്മം, സത്യധർമ്മം. ഹിന്ദുസിൻ്റെ ഇടയിൽ ബുദ്ധിസ്റ്റൊക്കെ ഇഞ്ചമ്പുളി എന്ന് ഞാൻ പറയണത്. എല്ലാ ഈശ്വരങ്ങളും ഹിന്ദുവില്ലാത്ത ഒന്നുമില്ല. നീ അത്രയ്ക്കും ബേസും ഗംഭീരമാണ് നമ്മുടെ രാജ്യം ഭാരതം, അല്ലേ? ഇങ്ങനെയാണ്. നന്ദി, നമസ്കാരം, സന്തോഷം. ഈ കൊടകര നന്മമരം ഇഷ്ടമൊന്നും പറയണില്ല, ഭാരത് സൊല്യൂഷൻസ് അങ്ങനെയൊന്നും പറയണില്ല. എന്നാലും ഇടയ്ക്ക് ഞാൻ തന്നെ പറയണ്ടേ, കൊടകര നന്മമരം ഇഷ്ടം.